ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഇനിയും ചുരുളറിയാതെ ഒരുപാട് ദുരൂഹതകൾ ഇതിലുണ്ട്. അമ്മാവൻ കുറ്റം സമ്മതിച്ചു എന്ന് പറയുമ്പോഴും ഈ കേസിൽ അമ്മയ്ക്കുള്ള പങ്ക് എന്താണ്, ഈ കുഞ്ഞിനെ എന്തിനു കൊന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിലിപ്പോൾ ഈ വിവരങ്ങൾ മാറി മറിഞ്ഞു വരുന്നതെന്നുള്ളതാണ്. ഹരികുമാർ ആദ്യം കുറ്റസമ്മതം നടത്തിയെങ്കിലും ഹരികുമാറിന്റെ മൊഴി അത് കൃത്യമായി പോലീസ് പറയുന്നത് ഹരികുമാർ മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ മൊഴിയിൽ കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഇവരുടെ ചാറ്റുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഈ സമയം സാഹചര്യ തെളിവുകൾ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൂന്ന് പേരെയും ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഒരല്പം മുൻപ് വരെ കഴിഞ്ഞത്. അതിലാണ് ഇപ്പോൾ ഹരികുമാർ വെളിവാക്കിയത് താനാണ് കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഇതിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് ഹരികുമാറിന്റെ വാദങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും നടന്നു വരികയാണ്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ പരിശോധന അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്തായാലും നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഒരല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യും. തുടർന്നായിരിക്കും ഈ അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കും. ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരികുമാർ ആദ്യം നടത്തിയ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഹരികുമാർ കുട്ടിയെ കൊന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഹരികുമാർ ആദ്യം പറഞ്ഞത് കുട്ടിയെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു, ജീവനോടെ കുട്ടിയെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നുള്ളതാണ്. പോലീസ് ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഹരികുമാറിന്റെ കട്ടിലിനോട് ചേർന്ന് മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു, മണ്ണെണ്ണ മുറിയിൽ തളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കട്ടിലിൽ തീയും പടർന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ സംശയത്തെ നിഴലിലാക്കുകയാണ് കുടുംബത്തെ കൂടെ. കാരണം ഈ സമയത്തൊക്കെ തന്നെ ഈ 4 പേർ കുടുംബത്തിൽ, അച്ഛൻ ശ്രീതു, അമ്മ, അതേപോലെ തന്നെ ശ്രീതു ഉണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, അതേ സമയത്ത് മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഉണ്ടായിരുന്ന സമയത്താണ് ഈ വീട്ടിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ പുലർച്ചെയുള്ള ഇവരുടെ ഈ പോലീസിന് നൽകിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നൽകിയിട്ടുള്ള പല മൊഴികളിലെയും വൈരുദ്ധ്യങ്ങളുണ്ട്. കുട്ടി ആരുടെ കൂടെയാണ് കിടന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത വരുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളിൽ പഴിചാരി ഒഴിയുകയാണ് അമ്മയും അച്ഛനും അതേപോലെ അമ്മാവനും ആദ്യ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് 2-3 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് അമ്മാവൻ ഈ കേസിൽ അമ്മാവനാണ് കുട്ടിയെ എറിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യമേ കുറ്റസമ്മതം നടത്തിയെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനം എന്തിനീ കൊലപാതകം എന്നൊരു ചോദ്യമുണ്ടല്ലോ. കുറ്റം സമ്മതിച്ചു, താനാണ് കൊന്നതെന്ന് പറയുന്നു. ഈ കൂട്ടുപ്രതികളെ പറയുന്നതിനേക്കാൾ കൂടുതൽ ആ 2 വയസ്സുകാരിയെ എന്തിനു കൊന്നു എന്ന് പറയണമല്ലോ. അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ അത് പറയുന്നുണ്ടോ ഈ ഹരികുമാർ? അതിലിപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഈ ശ്രീതുവും സഹോദരൻ ഹരികുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റുകളാണ്. ഈ ചാറ്റുകളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. ആദ്യം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരുന്നു. 7 ലക്ഷം രൂപയോളം ദേവസ്വം ബോർഡിൽ തൊഴിൽ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ള, അതുകൊണ്ടാണോ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യാ ശ്രമത്തിലേക്ക് നടന്നതാണോ, കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒക്കെ പോകണമെങ്കിൽ പിഞ്ചു കുഞ്ഞിനെ എന്തിനു കൊന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തോ കാരണം ഇതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഇവരുടെ ഫോണ് കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിനാണ് ഇത്തരത്തിൽ അസ്വാഭാവികമായ ചില ചാറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ ഈ കൊലയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ അമ്മ ശ്രീതുവിനെയും പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. കാരണം ആദ്യം മുതൽ തന്നെ ഈ വൈരുദ്ധ്യാത്മക മൊഴികൾ നൽകിയത് അമ്മയാണ്. പിന്നീടാണ് അച്ഛനും അതേപോലെ തന്നെ സഹോദരനും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ശ്രീതുവിന്റെ ഭാഗത്തുനിന്ന് ചില മൊഴികൾ ഉണ്ടായിട്ടുള്ളത്. ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്ത് ഇവിടെ ആയിരുന്നില്ല താമസം. ഇന്നലെ ഈ മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. അപ്പോൾ ഈ അച്ഛന് ഇതിന് പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? ആര്യ, അതിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഈ മൊഴിയിൽ, അച്ഛന്റെ മൊഴിയിൽ കൃത്യമായ ധാരണകൾ, അത് അമ്മയ്ക്കൊപ്പമാണ് ഉറങ്ങിയെന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അച്ഛൻ ചെയ്തത്. അതിനപ്പുറത്തേക്ക് യാതൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ശ്രീജിത്ത് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് ഈ 2 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യം അമ്മയ്ക്കാണ് സാധ്യത, അമ്മ അല്ലെങ്കിൽ അമ്മാവൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ആദ്യം മുതൽ തന്നെ ഈ കേസിന്റെ നാൾവഴികൾ, അതായത് ഇപ്പോൾ ഈ മണിക്കൂറുകൾ നീണ്ട ഈ സമയത്തിന് ഇടയ്ക്ക്
മുൻപേക്ക് നടത്തിയിട്ടുള്ള ഓരോ അന്വേഷണത്തിലും അമ്മ അല്ലെങ്കിൽ അമ്മാവൻ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പോലീസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളത് ഈ പ്രതികളുടെ രണ്ടുപേരുടെയും മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ്. മറിച്ച് ഇത് ശ്രീജിത്തിലേക്ക് പോലീസ് കൊണ്ടുപോയിട്ടില്ല. ശ്രീജിത്ത് പറയുന്ന വാക്കുകളിലൊക്കെ കൃത്യത ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ രണ്ടു പേരിൽ നടത്തിയിട്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ ഇവരുടെ ചില ചാറ്റുകൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് ശ്രീജിത്ത് കുറ്റവിമുക്തനാകുന്നത്, അല്ലെങ്കിൽ ശ്രീജിത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ശ്രീജിത്ത് പൂർണ്ണമായും കുറ്റവിമുക്തനാവുന്നില്ല. കാരണം ഈ സമയത്ത് കുട്ടി ഉറങ്ങുന്ന സമയത്തും കുട്ടി കിണറ്റിൽ വീഴുന്ന സമയത്തും ഒക്കെ ശ്രീജിത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 പേർക്കും എന്തോ കാര്യമായ പങ്ക് ഈ കൊലപാതകത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ 4 പേരും, അതായത് മുത്തശ്ശിയും ഉണ്ടായിരുന്നു, മുത്തശ്ശി ഉറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ബാക്കി 3 പേരും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഇവർ കൃത്യമായിട്ട് ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുൻപോട്ട് തന്നെ പോവുകയാണ്. ഈ 4ാമത്തെ റൗണ്ട് ചോദ്യം ചെയ്യൽ നടപടികളിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ 3 തവണ